അതായത് EP ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു, അത് പ്രിൻ്റായിട്ട് പോകുന്നു. അത് പ്രിൻ്റായിട്ട് പോയി അദ്ദേഹം അതിൽ നിന്ന് അന്തിമ തീരുമാനം എടുക്കും മുമ്പ് അതിൻ്റെ ഉള്ളടക്കം പ്രചരിക്കുന്നു. അതിലാണ് അദ്ദേഹം ഗൂഢാലോചന ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഇത് DC-ക്ക് പ്രസിദ്ധീകരിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുമില്ല എന്ന് പറയുമ്പോൾ ഇതൊരു പക്ഷേ DC-യുടെ മാർക്കറ്റിംഗ് തന്ത്രമായി വ്യാഖ്യാനിക്കപ്പെടാം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഗുരുതരമായ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന നിലയിൽ പോലും കാണാൻ കഴിയുന്ന കുറ്റമാണെന്നും EP ജയരാജൻ പറയുന്നു. നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്ന് പറയുമ്പോഴും എല്ലാ കാര്യങ്ങളും EP നിഷേധിക്കുകയാണല്ലേ? അതുതന്നെയാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഞാൻ എഴുതിയ കാര്യങ്ങളല്ല, എൻ്റെ പുസ്തകം ഇങ്ങനെയല്ല എന്ന മട്ടിൽ തന്നെയാണ് EP ജയരാജൻ പ്രതികരിക്കുന്നത്. പക്ഷേ ഇതിൽ ആത്മകഥ ഞാൻ എഴുതാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് ഈ ദിവസം തന്നെ ഇത് പുറത്തു വന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് ആസൂത്രിതമായൊരു ഗൂഢാലോചന എന്ന EP ജയരാജൻ സംശയിക്കുന്നതിൽ തെറ്റുമില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും EP ജയരാജന്റെ പ്രസ്താവന വിവാദമാവുകയും അത് വലിയ രീതിയിൽ പാർട്ടിയെ ബാധിക്കുകയും ഒക്കെ ചെയ്തതാണ്. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി തന്നെയും അദ്ദേഹത്തെ അത് ബാധിച്ചതാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റപ്പെട്ടതാണ്. അപ്പോൾ ഇന്ന് EP ജയരാജന്റെ വാക്കുകളെ നമുക്ക് വിശ്വാസത്തിലെടുക്കണം. ഇതിലൊരു ആസൂത്രിതമായ ഗൂഢാലോചനയുണ്ട് എന്ന് EP പറയുമ്പോൾ അത് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതുമാണ്. പക്ഷേ അരുൺകുമാർ, ഇതിൽ പ്രസിദ്ധീകരണവുമായി ഇത് പ്രസാദകരമായിട്ടുള്ള ഏതെങ്കിലും തർക്കമാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം. അല്ല എന്ന് EP ജയരാജൻ പറയുമ്പോൾ പോലും DC ബുക്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന വിവരവും അനുസരിച്ച് അത് കൃത്യമായ ഒരു കരാർ ഉണ്ട് എന്ന് തന്നെയാണ്. കരാറില്ല എന്ന് EP ജയരാജൻ അല്പം മുൻപ് പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇത് നമുക്ക് ഇതിന്റെ PDF നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് ഒരു പുസ്തകം പ്രിന്റ് ചെയ്യുന്നതിന് തൊട്ട് മുൻപുള്ള ഒരു കോപ്പിയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് അത് കൃത്യമായി കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പാരഗ്രാഫുകൾ, ഫോട്ടോ ആയാലും ഒക്കെ തന്നെ കൃത്യമായി കമ്പോസ് ചെയ്തിട്ടുണ്ട്. EP ജയരാജൻ എഴുതിയതല്ല എങ്കിൽ ഇത് ആര് എഴുതിയത് എന്നൊരു ചോദ്യവും ബാക്കിയാണല്ലോ അരുൺ. EP ജയരാജൻ അത് നിഷേധിക്കുമ്പോൾ പോലും അതിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മകഥാ രൂപത്തിലുള്ള എഴുത്തുകൾ തന്നെയാണ് വരുന്നത്. ഇതിൽ വിനീത EP പറയുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് താൻ ഒരു ആത്മകഥ എഴുതാൻ വേണ്ടി അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു. അത് മാതൃഭൂമിയുമായും DC-യുമായിട്ടും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു. DC-ക്ക് അന്തിമാനുമതി കൊടുത്തിട്ടില്ല. അത് അദ്ദേഹം ആണ് ഇനി വിശദീകരിക്കേണ്ടത്. കോൺട്രാക്ട് ഉണ്ടെങ്കിൽ DC ആ കോൺട്രാക്ട് പുറത്തുവിടണം. നമുക്ക് DC-യുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇൻപുട്ടിൽ പറഞ്ഞ് DC-യുടെ PR. കാര്യം DC-ക്കെതിരെ വളരെ ഗുരുതരമായ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ DC-യുടെ PR-ആയിട്ടോ DC-യുമായി തന്നെ നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ട് DC പുറത്തുവിടണം. അതല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതും നമ്മുടെ സംസ്ഥാനത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഒരു മുതിർന്ന നേതാവ് തിരഞ്ഞെടുപ്പ് ദിവസം തനിക്കെതിരെ ഒരു ഗൂഢാലോചന ഒരു മാധ്യമവും DC ബുക്സും ചേർന്ന് നടത്തി എന്ന് പറയുമ്പോൾ അതിന്റെ തെളിവുകൾ ഇനി പുറത്തുവിടേണ്ടത് DC ബുക്സാണ്. താൻ എഴുതാത്ത കാര്യങ്ങൾ പറഞ്ഞു, സരിനെക്കുറിച്ചൊന്നും താൻ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് കൂടിയാണ്. പക്ഷേ നമ്മൾ ആ പ്രിന്റ് വായിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായ ഒരു ഒഴുക്ക് ആ പ്രിന്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇത് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ പ്രിന്റ് ചെയ്ത് എഴുതുകയാണെന്നാണ് പറഞ്ഞത്. മറ്റൊരാൾ കേട്ടെഴുതുക പോലുമല്ല, താൻ എഴുതി നേരെ പ്രിന്റിങ്ങിലേക്ക് കൊടുക്കുകയാണ്. ആ പ്രിന്റ് എടുത്ത് കൊടുത്തതിൻ്റെ അന്തിമമായിട്ടുള്ള എഡിറ്റിംഗ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തലക്കെട്ട് നിശ്ചയിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ തലക്കെട്ട് അങ്ങനെ തന്നെ ഇടാൻ EP തയ്യാറാകുമോ എന്നൊരു ചോദ്യം തന്നെ EP ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ലോജിക്കലുമാണല്ലേ? അത് തന്നെയാണ് അരുൺകുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത് ഏത് ഘട്ടത്തിലാണ് ഈ പുസ്തകത്തിലെ സംബന്ധിച്ച് തർക്കം ഉടലെടുത്തത് എന്നത് കൂടി നമുക്ക് പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് DC തന്നെയാണ് വിശദീകരിക്കേണ്ടത്. EP ജയരാജൻ രണ്ട് പ്രസാധകരുമായി സംസാരിച്ചു കാണണം. പക്ഷേ ഇതിന്റെ പൂർണ്ണ രൂപം, ഇത്തരത്തിൽ കമ്പോസ് ചെയ്ത ഒരു രൂപം DC ബുക്സിന്റെ പക്കലാണുള്ളത്. അത് DC ബുക്സ് തീർച്ചയായും ഞങ്ങൾക്ക് കരാർ പ്രകാരം തന്നതാണ് EP ജയരാജൻ എന്ന് വാദിക്കുകയും ചെയ്യുമ്പോൾ ഇതിലെ കണ്ടന്റിന്റെ കാര്യത്തിൽ മാത്രമാണോ ഇനി തർക്കമുള്ളത്? എഡിറ്റിംഗ് നടത്തിയിട്ടില്ല EP ജയരാജൻ എന്ന് പറയുകയാണ്. പക്ഷേ പല കാര്യങ്ങളും നോക്കൂ, ഈ നീലേശ്വരം വെടിക്കെട്ട് അപകടം വരെ ഇതിൽ പരാമർശിക്കുന്നു. അതായത് ഏറ്റവും അപ്ഡേറ്റഡ് ആയ ഒരു കോപ്പിയാണ്, ഈ PDF ഫയലാണ് ഇതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തൃശ്ശൂർ പൂരവും നീലേശ്വരം വെടിക്കെട്ട് അപകടവും ഒക്കെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമുണ്ട്, അതിൽ UDF-ന്റെ നിലപാടിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങളായുള്ള കാര്യങ്ങളാണ്. നോക്കൂ അരുൺകുമാർ, ഒരുപക്ഷെ അദ്ദേഹം ഈ വിവാദങ്ങൾക്കെല്ലാം തന്നെ മറുപടി, തൻ്റെ രാഷ്ട്രീയ രംഗത്തെ കാര്യങ്ങൾ, താൻ എങ്ങനെയാണ് പാർട്ടിയിലേക്ക് എത്തിയത്, പാർട്ടിയിൽ ഓരോ ഘട്ടങ്ങളായി വളർന്നു വന്നത്, നേതാക്കളുമായുള്ള ബന്ധം, വിവാദങ്ങൾക്കുള്ള മറുപടി, അങ്ങനെ ഓരോ ഘട്ടമായുള്ള കാര്യങ്ങൾ ഒരു ഒഴുക്കിൽ തന്നെയാണ് എഴുതി പോകുകയും ചെയ്യുന്നത്. രസകരമായി തന്നെ നമുക്കിത് വായിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ വിവാദങ്ങൾ വിശദീകരിക്കാൻ ആത്മകഥ ഇറക്കാൻ EP ജയരാജൻ തീരുമാനിച്ചത് ഇപ്പോൾ മറ്റൊരു വലിയ
വലിയ വിവാദവും വലിയ പൊട്ടിത്തെറിയുമായി മാറിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനം എന്ന് തന്നെയാണ് ഇന്നിപ്പോൾ വിധി ദിനത്തിലാണ്, ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലാണ് ഇത് വന്നിരിക്കുന്നതെന്ന് തന്നെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യവും പാലക്കാട്ടെ സ്ഥാനാർത്ഥിക്കെതിരായ വിമർശനം തന്നെയാണ്. അവസരവാദിയാണ്, സ്ഥാനങ്ങൾ മോഹിച്ചെത്തിയ ആളാണെന്നൊക്കെ പി സരിനെതിരെ വിമർശനം ഉന്നയിക്കുകയാണ്. നമുക്കറിയാം പാലക്കാട് നെക്ക് ആൻഡ് നെക്ക് മത്സരം നടക്കുന്നതിനിടെയാണ് പി സരിനെതിരെ ഇത്തരം ഒരു വിമർശനം ഇ പി ജയരാജന്റെ പേരിൽ വരുന്നത്. ഇ പി ജയരാജൻ പറയുന്നത് സരിനെതിരെ ഞാനിങ്ങനെ എഴുതിയിട്ടില്ല എന്നതാണ്. അപ്പോൾ അതിന്റെ വസ്തുത എന്തായാലും പുറത്തു വരണം. ഇ പി ജയരാജൻ അത് ഗൂഢാലോചനയെന്ന് ആരോപിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. ഇനി ഇ പി ജയരാജൻ മറ്റൊരാളെ ഇത് എഴുതാൻ ഏൽപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു, ആ ഭാഗത്ത് വന്ന പിഴവാണോ, അതല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും എഴുതി ചേർത്തതാണോ, ഇനി ഇ പി ജയരാജൻ ആദ്യഘട്ടത്തിൽ അത് എഴുതി പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരണം. പക്ഷേ അരുൺകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിലെ കാര്യങ്ങൾ, CMP രൂപീകരണം, അങ്ങനെ ഓരോ ഘട്ടങ്ങളായി ഇ പിയുടെ രാഷ്ട്രീയ ജീവിതം വിശദീകരിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ സമകാലിക വിഷയങ്ങൾ ഉൾപ്പെടെ വിവാദങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പുസ്തകം. അതിൽ എന്താണ് സംഭവിച്ചത് എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം, അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ വന്ന കാര്യങ്ങൾക്കപ്പുറം ഇ പി അത് നിഷേധിക്കുമ്പോൾ തീർച്ചയായും അതിലെ ഗൂഢാലോചന എന്താണ്, അതിൽ അത് ഒരു മാധ്യമ സ്ഥാപനവും DC ബുക്സും ചേർന്ന് നടത്തിയ ഗൂഢാലോചന എന്നാണ് ഇ പി ജയരാജൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പരാമർശിച്ചിരിക്കുന്നതും പ്രതികരിച്ചിരിക്കുന്നതും. നോക്കൂ, 177-ാമത്തെ പേജിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ പി സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വിളിക്കും മുമ്പുള്ള മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേര്.